ദുബായിയുടെ എല്ലാ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസും നടക്കുന്ന ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതാണ് അക്കാഡമിക് സിറ്റി. നമ്മൾ അക്കാഡമിക് സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 28,000 കുട്ടികളാണ് അക്കാഡമിക് സിറ്റിയിൽ റൈറ്റ് ആവും, അതിപ്പം ഇൻക്ലൂഡിംഗ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഇവിടെ 27 വേൾഡ് വെൽ നോൺ യൂണിവേഴ്സിറ്റീസും 6 കോളേജസും 3 ഇന്നോവേഷൻ സെൻറ്റേഴ്സുമാണ് ഇവിടെ ഉള്ളത്. ഫ്യൂച്ചറിൽ ഒരു 3-4 ഇയേഴ്സിനുള്ളിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഫേമസ് ആയ IIM, അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ദുബായിയുടെ തന്നെ D33 അജണ്ട പ്രകാരം 50% ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെയാണ് ഇവർ കേറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി അവരുടെ ഫാമിലീസ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. നമുക്ക് നിയർ ബൈ ലൊക്കേഷൻസ് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, നമുക്ക് സിലിക്കണൈസേഴ്സ് ഉണ്ട്, DLRC എന്ന് പറഞ്ഞ ലൊക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. അപ്പം അഫോർഡബിൾ പ്രൈസിങ്ങിൽ നമുക്ക് ദുബായിൽ ഇപ്പോൾ റൈറ്റ് നൗ ഒരു പ്രോപ്പർട്ടി മേടിക്കണം, നമ്മുടെ ഫാമിലിയായിട്ട് നമുക്ക് താമസിക്കണം, കുട്ടികളിവിടെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് DLRC, സിലിക്കണൈസേഴ്സ് എന്ന് പറഞ്ഞ പ്ലേസസ്. സിലിക്കണൈസേഴ്സ് നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് വരുന്നത്. പിന്നെ ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ അത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് പ്രൈസ് ഒരു ബിറ്റ് ഹയർ ആയിരിക്കും. പക്ഷേ DLRC, ലിവാൻ അങ്ങനത്തെ ഏരിയാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിങ്ങിൽ നമുക്ക് പ്രോപ്പർട്ടീസ് കിട്ടും. Tier 1 ഡെവലപ്പേഴ്സ് എല്ലാം അവരുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് കുട്ടികളോട് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഹാപ്പി ലൈഫ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ടൈമാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് റൈറ്റ് നൗ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.